എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ക്വാളിറ്റി അതല്ലേ ഈ നിത്യയൗവനത്തിന്റെ രഹസ്യം. क्या देख रही हो? गुनगुनाती रहती है तो बात करती रहती है चीजों के साथ. അസലായിട്ടുണ്ട്. ബാക്കിയുടെ പാടൂ. അയ്യോ, എന്ത് ഭംഗിയായിട്ടാ അവള് പാടണേ. വെറുതെ പറയാ. ഇതിപ്പോ അവിടുന്ന് ഇവിടുന്ന് ഇത്തിരിച്ചേ കേക്കണുണ്ട് ഞാൻ. ഒന്നും കയ്യില് എന്താടാ അനിയത്തി വിളിച്ചാ നീ ഓടി വരുമല്ലേ? ഈ അമ്മയുടെ ഓരോ വർത്തമാനം. ബാലേട്ടൻ ഇരിക്കൂ. മനുവിന്റെ കാര്യ. അവര് ലോസ് ഏഞ്ചൽസിലാണല്ലോ. എന്റെ കോളേജ് മേറ്റ് അവള്. ഒരു മാറ്റവും ഇല്ല കേട്ടോ, പഴയ ആ പ്രകൃതൊക്കെ തന്നെ. നീ അവരുടെ കൂടെ താമസം കൂടി ആവുമ്പോ നമുക്കൊരു മനസമാധാനം ആവൂല്ലോ. അവർക്കൊരു മോളാ. എല്ലാം 2 ദിവസം കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ്സ് ആണ്. ഇന്നലെ ഞാനും സുമവും മേനും കൂടി കണ്ടു. अच्छा पहले ही फिक्स कर दिया उसका रिश्ता, उससे पूछे बिना. हाँ, उसको बताया नहीं. मुझे बताने वाली थी तब तो वो 2 लेडीज आ गई. हाँ, उसको तो बताना चाहिए था इसे अपने बेटे को. सीधे शादी की डेट फिक्स कर ली. എന്റെ കൂടെ നിങ്ങൾ രണ്ടാളും ഉണ്ടായാല് ഭംഗിയായിട്ട് നടക്കും. ഞാനോട് ഇങ്ങോട്ടാ വന്നത്. നോക്കിയാ കാണാത്ത ഉയരത്തിലുള്ളത് എനിക്ക്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? വേണ്ട, ഇനി ഞാൻ തിരെ തെളിയിക്കില്ല. अरे अरे दीपक हो जाती है. और बिलीव नहीं करते ना क्योंकि उसके साथ सब वैसे हो रहा था. जिसके पापा है ना. എന്താ അമ്മേ? अब बताएगी उसको. हाँ, इसको बताना है पर बता ही नहीं पा रही दूसरे को. പറയാം. പക്ഷെ ആദ്യം അമ്മ എന്തിനാ അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞേ? ताकि मना न करे ना. നിങ്ങളോട് രണ്ടുപേരോടും हाँ देखो उसने इसकी शादी फिक्स कर ली. കല്യാണം उसको पूछे बिना भी. ഒറ്റയ്ക്ക് ദൂരെ നാട്ടിലേക്ക്. ആ സങ്കടം തീർന്നു. അമ്മേ, ഐ ഹോപ്പ് യു നോട്ട് ജോക്കിംഗ്. फोन भी आ No, गया. man. നീ പറഞ്ഞല്ലോ സമ്മതന്ന്. അത് ബാംഗ്ലൂരിൽ വെച്ച് യെസ് ശരിയായിരുന്നു. നീ ഇങ്ങനെ उसे जानता भी है लड़की को. നീ പോകുന്ന ലോസ് ഏഞ്ചൽസിൽ സെറ്റിൽഡ് ആണ് അവര്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി വന്നാൽ. യെസ് മോനു. പിന്നെ ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഇനി ഇത്തിരി ദിവസങ്ങളേ ഉള്ളൂ. അതൊന്നും നീ അറിയണ്ട. വാക്ക് മാറ്റി പറയേ. നിന്റെ അമ്മ മരിക്കണം. അങ്ങനെ ആരോടെങ്കിലും പറയേണ്ടി വന്നാൽ അതാരെങ്കിലും ഏൽപ്പിച്ച് ആയിട്ടില്ലെന്നോ? എന്താ മനു? मना नहीं कर पा रहा अपनी मम्मी को. तुम बता भी नहीं रहा. നിന്നോട് ചോദിക്കാൻ നിൽക്കാതെ നിനക്ക് സർപ്രൈസ് തന്നിട്ടല്ലേ ഞാൻ കൊണ്ടുതരാറ്. മനുവിന്റെ അഭിപ്രായം അറിഞ്ഞോന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു അവന്റെ അമ്മയ്ക്കും അവനും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ? പിന്നെ പിന്നെ क्या फायदा बता के. अब तो ശരി, शादी फिक्स हो गई. इसने तो बताया नहीं. बताना चाहिए था ऐसे. अभी कौन सा कोई शादी हो गई? अभी तो कुछ भी नहीं हुआ. हाँ अभी तो बात ही चल रही वैसे फिक्स भी. करने से कौन सा कोई शादी हो गई? എനിക്കെല്ലാം തുറന്നു പറയാം. ഇല്ല, കഴിയില്ല മനുവേട്ട. ये भी उसी की मम्मी के बारे में सोच रही है. നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആരെയും കരയിക്കാൻ പാടില്ല. നമ്മളെ നഷ്ടപ്പെടും. അതാണ് വിധീത് കരുതുക. കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയും. ഈശ്വര നിശ്ചയം നിന്നുണ്ട്. അതിനെ
മനുവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങൾ അത്രയല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ അമ്മ वो तो सबके बारे में सोचती है എല്ലാം वैसे। അങ്ങോട്ട് മറക്കണം. അമ്മയ്ക്ക് മറ്റൊരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷെ അതിനെ തീതി वैसे जल्दी बता देता तो ठीक था ना, हाँ, तब तो बाद मतलब में और ज़्यादा दिक्कत हो जाएगी। हाँ पर नहीं बताएंगे ना, वो ये लड़की बहुत सोचती है सबके बारे में। ഇങ്ങനെ കരഞ്ഞു തീർത്തോളാം. പക്ഷെ ഞാൻ മനുവേട്ടനോട് എന്നും ഇങ്ങനെ പറയും. कहाँ जा रखी है? अच्छा वहीं पे है। ഇരിക്കണോ? എന്താ മോളെ, നിനക്ക് വിഷമമൊന്നും किसी को ഇല്ലല്ലോ? बता भी नहीं रही कुछ। ये अभी तो पूजा कर रहा है। फिर से पकड़ के लाग गई किसी को। इस बार कौन लड़के पकड़ वही लड़के पकड़ के जी कोई और नहीं कोई और। उसके बेटे को ला रहा शायद ये पकड़ के। नहीं नहीं नहीं, वही है। അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോ എന്റെ സഹോദരന്റെ ദേഹത്ത് ये കൂടിയിരിക്കുക. तो था वो मेंटल, കളരിപ്പറമ്പിൽ നിന്ന് തന്നെയാ. വല്ലാത്ത ഉപദ്രവമുണ്ട്. उसको पहचान नहीं रहा कि अच्छा मुकुटा पहन लिया था इसने। हम्म। बोलना चाह रहा കേട്ടാ, 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 എനിക്കാ ഭ്രാന്തെന്ന്. മനസ്സിലായി മനസ്സിലായി. पकड़ लिया। नहीं अब ये वैसे समझ रहा जैसे पिछली बार हुआ था ना। पिछली बार ये अभी उल्टा समझ रहा है। हाँ पिछली बार ऐसे हुआ था इस बार भी ऐसा ही है। वो तो भाग गया। എന്റെ കുട്ടി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. क्या लगा इसने? वही तो नहीं है वो लड़की वाले। हाँ इधर ही आ गए लड़की को लेके, ये वो लड़की। ആ, നീ ഇവിടെ ഒളിച്ചിരിക്കുക. നാണിച്ചിട്ടാ മനുവിന്റെ അമ്മമ്മ പറയണേ. दिमाग में तो चल रहा है ऐसा कुछ। പിന്നെ തങ്ക അങ്ങനെ വീട്ടിലടച്ചിട്ട് വളർത്തിയൊന്നുമല്ല അവനെ. അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ അവന്റെയിലും കാണും. ആ പെണ്ണ് കാണൽ ഫോർമാലിറ്റി. ഞാൻ പിന്നെ എന്താ ചെയ്യാ? അതുവരെ അവരെന്താച്ചാ പറയട്ടെ. ഓക്കെ ഓക്കെ. इसको बता देगा शायद वो, ऐसा लग रहा है मुझे। बात नहीं कर रहा उससे तो। कुछ बात नहीं कर रहा। ഹലോ 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 യെസ് യെസ് ഇറ്റ്സ് മീ. അരെ ലിസൺ യു ലിസൺ ലിസൺ ഓക്കേ. इसका बॉयफ्रेंड तो नहीं कहीं? വാട്ട് ये परेशान करने के लिए आ गए। കല്യാണത്തിനെ ചുറ്റാനേ ഓരോ പട്ടുപടം വാങ്ങി തന്നോളൂ. ഈ വേശാമണി അമ്മയുടെ ഒരു കാര്യം, ഈ കുട്ടടയിൽ അതിന് മാത്രമൊക്കെ പാണ് അക്കിൽ വെക്കാവുന്ന വല്ലതും കാലാക്കാൻ നോക്ക്. മോൾക്ക് പായസം ഇഷ്ടാണോ? ഇല്ല, ഞങ്ങള് ചിലപ്പോഴേ ഡിന്നറിനുണ്ടാവും. അയ്യോ അച്ഛനോട് ചോദിക്കും. വല്ലാണ്ട് ഭരണം വേണ്ട കേട്ടോ. ഓ അഹങ്കാരി. ये मुझे अच्छी लगती है। നല്ല അഹങ്കാരി മോള്. അയ്യോ എന്ത് ചേർട്ടെ, അത് കാണാൻ ഒരു ദുശകനം പോലെ ബാലാമണി ഉണ്ടാവണ നിർബന്ധമൊന്നുമില്ലല്ലോ. सामान पैक कर रही है क्या? साड़ी भी वहीं छोड़ दी। कहाँ जा रही हुई है? छोड़ तो नहीं रही वहाँ। ആ പഴയ സ്ഥാനം അവിടെ ഉണ്ടാവോ ആവോ. മാണിവല്യമ്മയുടെ ചായ്പിലെ ചെമ്പൂരിളിയും വെക്കണ മൂലയിലെ കരി മണിയേ, മായന്നൂരുള്ള പല പെറുക്കികളും എന്നെ മുണ്ടെന്നായ നിക്ക. എങ്ങട് ഇവിടെ കല്യാണൊക്കെ അടുത്തിരിക്കുക. നീ എവിടേക്ക് ഇറങ്ങണ കാര്യം പറയണേ? എന്റെ വീട്ടിലേക്ക് ഏത് കൈപ്പുള്ളി ഹൗസോ? എന്നാ പറഞ്ഞത്. നീ എന്താ ഇത്? നിന്റെ അനുജത്തി സരോജിനിയെ ഞാനും കമലവും കൂടി എറണാകുളത്ത് കൊണ്ടുപോവാ. ഇനിയത് ഈ ബാഗിലുണ്ട്.
തിരിച്ചു കൊടുക്കണം. സരോജിനി കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തണം. ऑपरेशन പറഞ്ഞോ? अभी भी नहीं जा पा रही है इसलिए रो रही എനിക്ക് है। സ്വർഗാന്ന് പറഞ്ഞ നിനക്ക് ഇപ്പൊ എന്ത് പറ്റി? ഏ? പറഞ്ഞാലും കേക്ക് ചീത്ത. ഒന്നും എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ उसे जाने के लिए बोल दिया। അടുക്കളപ്പണിക്ക് ആരെങ്കിലും വിളിക്കാതിരിക്കില്ല. ഇവിടേക്ക് നിന്നെ കൊണ്ടുവരുമ്പോ നിനക്ക് ഇവിടെ വിശ്വസിച്ച് എവിടേക്കാ ഞാൻ പറഞ്ഞയക്ക? എല്ലാം അങ്ങോട്ട് മറക്കുക. എന്നിട്ട് കുറച്ചു കാലം കൂടി ഇവിടെ അങ്ങോട്ട് നിൽക്ക്. जाएगी कहाँ ये बस। എടോ ബാലാമണി, ഉണ്ണി വന്നു. കുട്ടികളും കാണും കാപ്പിക്ക്. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. अच्छा ये ड्रॉ भी करती है? हैं? वो तो नहीं थी इसमें। उन्हीं ने तो नहीं। ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങോട്ട് ബാലമണി, വെറുതെ കളിക്ക് കയറി നിന്നാണെങ്കിൽ ഇറങ്ങിക്കോളൂ. എന്താ पड़ोसी मतलब अच्छा पड़ोसी न्यूटन. ജാനുവച്ചി പറഞ്ഞു വന്നൂന്ന്. കാണാം നിങ്ങളുടെ കല്യാണം. ഒന്നോർത്ത अब लगा दीपक फिर से 3 നേരം ആഹാരം തരുന്ന ഈ വിളക്കിനി മുടങ്ങാണ്ട് തെളിയിച്ചോളാം ഞാൻ. വലിയ വലിയ കള്ളത്തിരിമാലികളുടെ फिर से पूजा करने लग गया. जब देखो बालामणि, जिसको देखो बालामणि. ഒന്ന് തുറക്കടി മോളെ. കേശവൻ നല്ല മര്യാദക്ക് പെരുമാറണം. എന്താ പ്രയാസാവോ? ഇല്ല, എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ കടത്താതിരുന്നാ മതി. എന്ത് പരിധി? അവിടെ കേറി ആരെന്ത് തേങ്ങ കാണിക്കാനോടോ? ഇത് സകല വെപ്പുകാരും പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിന്റെ വർത്താനം കുറച്ച് ഓവർ. ഈ ബന്ധസ്വാക്കണോ? വേണ്ട, പകലൊക്കെ പൂട്ടിയിട്ടിട്ട് സന്ധ്യയാകുമ്പോ തുറന്നിടാം. ദേ अच्छा कुक है वो अच्छा शादी के लिए. തുടങ്ങിയല്ലോ. ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. നന്നായി. ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ. ओ बैग మన यार, സബ്രീന कर रहे കൊണ്ടോട്ടിസിന് തൃശ്ശൂർ ആലുക്കാസ്. മനസ്സിലായില്ല. അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ. उसके एक्सप्रेशन देख के लगता नहीं उसने तक किया होगा. കളക്ടറെ കിട്ടി, ജഡ്ജിനെ കിട്ടിയില്ലേ? ഡോ ഹോട്ടലിൽ നിന്ന് കാര്യം പറയുമെന്ന് പറഞ്ഞിട്ടില്ലടോ ചപ്പ. താൻ എന്തോടോ ഈ കാണിക്കണേ? ഞാൻ അമ്മായിന്റെ കാല് പിടിച്ച് ലോ, വൈകുന്നേരം ജാനുവച്ചിയുടെ അവിടുത്തെ ശകുന്തള ചരട് ജപിച്ച് വാങ്ങാൻ പോണുണ്ടു. ആ, അത് കേശവൻ എന്താച്ചാ ചെയ്യട്ടെ. ये कौन असर है? കുഞ്ഞിരാമ, എനിക്കുണ്ടായിട്ടുണ്ടോ? ലേഡീസ് ആയിട്ടുള്ള हाँ वो यही तो अब किसी और लड़की को ला रखे अब ये सोचेगा वैसे मुझे डबल दिख रहा है कि ऐसे समय बार बार देखा ആശ്രമം പൊളിച്ചോ. कन्फर्म कर रहा है कि मुझे दिखता है कि इसे भी दिख रहा है. അതെ, ജാനകി ചേച്ചി എങ്ങനെ ഉണർന്ന ആകെ കുഴപ്പാവും. ഞാൻ തന്ന ഉറക്കഗുളിയെ കഞ്ഞി കലക്കി കൊടുത്തില്ലേ? പ്രേതങ്ങള് മാങ്ങാ തൊലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു सुन लिया बार आज पकड़ लिया उसने उसको रंगे हाथ. തടസ്സപ്പെടുത്തരുത്.
കുഞ്ഞിരാമ ശരിക്കും നോക്ക്. बाल भी नकली पहन रखे हैं। अच्छा പാലാരിവട്ടം ശശി പാലാരിവട്ടം ശശി ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ആ കൈ ഇങ്ങ് തന്നാൽ നോക്കി ഫലം പറയാം. ഓ എനിക്കറിയാം, വെറുതെ പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ ആൺകുട്ടിയോട് പലരും ഇത് പറയും. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തി ഫലമുണ്ടായില്ല. ഒരു ദിവസം ഒരു ദിവ്യൻ വീട്ടിൽ വന്ന് അല്ലേ? എന്റെ കൃഷ്ണ, ഇതെങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞു തന്നാ, ഇല്ലാണ്ട് അറിയില്ല. ഞാൻ ജാനുവച്ചിയോട് പറഞ്ഞിട്ടെന്നാ തോന്നണേ. इसको कैसे पता है? കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈശ്വര, ഇതും ആരോ പറഞ്ഞതാ. ആര്? ആർക്കൊക്കെ അറിയാതെ ഉള്ള തന്റെ വിവാഹം നടക്കും. നടന്നത് തന്നെ. ഇതൊരെണ്ണം മാത്രം പൊട്ടത്തരായിപ്പോയി. ഈ ജന്മം നടക്കാത്ത കാര്യം. ये उसकी ये बैन क्या फेंका है? हैं? ഭഗവാനെ, उसमें तो गिरे नहीं हो. हाँ, गिरे और उसपे डॉट बन गए. കല്യാണം കുട്ടി പോ. ഉണ്ണിട്ടാ, ഇതെന്താ മാജിക്കോ? ഈശ്വര, भगवान ही है शायद. വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ് ഉണ്ണിട്ടാ. हैं? ദൈവമേ, वो भी गायब हो गई. गायब हो गए. लग गया. अच्छा बता दिया इसने ये. बता दिए क्या? क्यों रो रहा है? അതിന് ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. अच्छा बता दिया इसने. ചിലപ്പോ ഞാൻ സമ്മതം പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ लेट हो गए बहुत. हाँ, अब तो शादी की तैयारी है. എന്റെ ഇഷ്ടത്തിന് മാത്രം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അമ്മേ. ഒരു ഷർട്ട് പോലും. ഇക്കാര്യത്തിൽ നമുക്ക് രണ്ട് മനസ്സായി പോയി. ഐ എം സോറി. പക്ഷെ മോനെ, ബുദ്ധിമുട്ടാവും. പക്ഷെ എന്റെ മോൻ മറക്കണം, ഇനി വലിയ ഉയരത്തിലെത്തേണ്ട നിന്റെ ജീവിതം, അതിനു വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ നിസ്സഹായരാണ് കുട്ടി. വിധിയെ മാറ്റം നമുക്ക് ദേഷ്യം തോന്നില്ലേ മോനെ? എല്ലാം നല്ലതിനാവും. जबरदस्ती क्या है ऐसे नहीं. वही तो. उसके बस फ्यूचर के बारे में सोच रही है. വേദന എന്താവുന്ന്, പക്ഷേ മറക്കാൻ इसको भी वही बोल रही सेम चीज. ബാലാമണി ആരെ ഉപദ്രവിക്കില്ല. നാറും അപ്പടി അഴുക്കും വിയർപ്പുവാ.